എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനമാണിത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നതേ, എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ട് സന്തോഷിക്കാനും നന്ദി പറയാനും നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളൊക്കെ, അതായത് നമ്മൾ ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആകുലപ്പെട്ട് നമ്മൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ നോക്കി ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുകയാണ്. അതേസമയം നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാറുണ്ടോ? സന്തോഷിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾ ആരായിരിക്കുന്നുവോ, ഇപ്പൊ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, അതിനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ച് സന്തോഷിച്ചൂടെ? ദൈവത്തിനോട് നന്ദി പറഞ്ഞൂടെ? അതിലൂടെ തന്നെ നമുക്ക് വലിയ എനർജി കിട്ടും. അതുപോലെ നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വന്നേനെ, അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇതിപ്പോ എൻ്റെ ഗതികേടായിനെ, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുകയാണെങ്കിലോ? പറ്റണില്ല, ചിന്തകളൊക്കെ കാട് കയറി പോവുകയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനേ, വേറെ ഒന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത് കേട്ടോ. അതായത് എല്ലാവർക്കും എല്ലാം തികഞ്ഞിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്. ആ കുറവുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ദുഃഖിതരല്ലേ നമ്മളെല്ലാവരും? ആ കുറവുകളിലേക്ക് എത്തി നോക്കാതെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് നന്ദിയും സന്തോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷം ജീവിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ നന്മകളെ ഓർത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 2 വർഷം കൂടി നമുക്ക് കൂടുതൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. സന്തുഷ്ടമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും.